ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ നമ്മുടെ അല്പനേരത്തെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം വാക്യം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ഒരു രാജാവ് അദ്ദേഹത്തിൻ്റെ ഉപദേശകൻ്റെ കൂടെ കാട്ടിലൂടെ നടക്കുകയായിരുന്നു. യാത്രയ്ക്കിടയിൽ കരിക്ക് ചെത്തിക്കുടുക്കുകയായിരുന്ന രാജാവിൻ്റെ വിരൽ തുമ്പ് അറ്റുപോയി. വേദന കൊണ്ട് പൊളയുന്ന രാജാവിനോട്, സാരമില്ല പ്രഭോ, എല്ലാം നല്ലതിനായിരിക്കുമെന്ന് ഉപദേശകൻ ആശ്വസിപ്പിച്ചു. രാജാവിന് ആ വാക്ക് ഒട്ടും പിടിച്ചില്ല. ദേഷ്യം കൊണ്ട് അദ്ദേഹം വിറച്ചു. രാജാവ് അടുത്ത് കണ്ട പൊട്ടക്കിണറ്റിലേക്ക് തൻ്റെ ഉപദേശകനെ തള്ളിയിട്ടു. അടുത്ത ദിവസം രാജാവ് കൊടും കാട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ ഒരുങ്ങുകയായിരുന്നു. ആ സമയത്ത് ഒരു സംഘം കാട്ടുമനുഷ്യർ അദ്ദേഹത്തെ പിടികൂടി. നരബലിക്കായി ഒരാളെ തേടി നടക്കുകയായിരുന്നു അവർ. രാജാവിനെ അവർ ഒരു മരത്തിൽ കെട്ടിയിട്ടു. ഉടനെ കാട്ടുമൂപ്പൻ എത്തി രാജാവിനെ അടിമുടി പരിശോധിച്ചു. നരബലിക്കായി കൊണ്ടുവന്നിരിക്കുന്നവൻ്റെ വിരൽ തുമ്പ് അറ്റുപോയിരിക്കുന്നത് കണ്ട് വൈകല്യം ഉള്ള ആളെ നരബലിക്ക് യോജിക്കില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ സ്വതന്ത്രനാക്കി. പെട്ടെന്നാണ് രാജാവ് ഉപദേശകൻ്റെ വാക്കുകൾ ഓർത്തത്. ഉടനെ രാജാവ് ആ പൊട്ടക്കിണറ്റിൻ്റെ അരികിലെത്തി ഉപദേശകനെ പുറത്തെടുത്ത് മാപ്പ് പറഞ്ഞു. ഉപദേശകൻ ഇപ്രകാരം മറുപടി പറഞ്ഞു: മാപ്പ് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല പ്രഭു. ഒരു കണക്കിന് അങ്ങനെ പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടത് നന്നായി, അല്ലെങ്കിൽ അവർ എന്നെ നരബലിക്കായി തിരഞ്ഞെടുക്കുമായിരുന്നു. പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നത് നന്മയ്ക്കായി മാത്രമാണെന്ന് എല്ലായ്പ്പോഴും നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കുന്നുണ്ടോ? ഒരിക്കലും ദൈവം നമ്മളെ ദോഷങ്ങളാൽ പരീക്ഷിക്കുന്ന ദൈവമല്ല. അവൻ നമ്മളെ സർവ്വവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിൽ പരിപൂർണമായി വിശ്വസിച്ചുകൊണ്ട് ഈ പുതിയ ദിവസത്തെ നമ്മുടെ യാത്ര ആരംഭിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ നമ്മയും അതിന് സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ലഭിച്ച വചനത്തിൻ്റെ ഉൾക്കാഴ്ചയ്ക്കായി നന്ദിയോടെ സ്തോത്രം. വചനത്തിൽ നിന്ന് ഞങ്ങൾ കേട്ടതുപോലെ ഞങ്ങൾക്ക് സംഭവിക്കുന്നതൊക്കെ ദൈവമേ അവിടുന്ന് നന്മയ്ക്കായി മാത്രമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.